മലപ്പുറം വീണ്ടും ആളിക്കത്തിക്കാൻ രണ്ടും കൽപ്പിച്ചാണോ വെള്ളാപ്പള്ളി? ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ ജില്ല. 60-ന് ശേഷമുള്ള മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ വിദ്വേഷ പ്രചാരണങ്ങളില്ലാത്ത ഒരു കാലവും ഉണ്ടായിട്ടില്ല. 70-കളിൽ പാകിസ്ഥാൻ വാദം, വിഭജനവാദം, മുസ്ലിം വർഗീയത തൊട്ട് ഗൾഫ് കുടിയേറ്റം വരെ, 90-കളിൽ ബാബറി മസ്ജിദ് പ്രശ്നമടക്കം മലപ്പുറം വിരുദ്ധത ആഗോള ഭീകരതയുടെ ഹബ്ബായി വരെ ജില്ലയെ ചിത്രീകരിച്ചിട്ടുണ്ട്. തെക്കൻ പാകിസ്ഥാൻ എന്നും കേരളത്തിലെ ഗൾഫ് പോക്കറ്റ് എന്നും താലിബാൻ കോടതിയുള്ള ജില്ലയെന്ന് വരെ. അതിനപ്പുറം പറയുകയാണോ വെള്ളാപ്പള്ളി? മുസ്ലിം വിഭാഗത്തിന്റെ മത താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റ് മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ എന്നും മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ചായക്കട പോലും തുറക്കാൻ മലപ്പുറത്തെ മുസ്ലിങ്ങൾ അനുവദിക്കില്ല എന്നും SNDP ജനറൽ സെക്രട്ടറി പറയുമ്പോൾ ഈ വാദം ഇപ്പോൾ വോട്ടിന് വേണ്ടി വർഗീയത ആളിക്കത്തിക്കൽ മാത്രമാണോ എന്നതാണ് ചോദ്യം. വെള്ളാപ്പള്ളി പറഞ്ഞതൊക്കെ മുസ്ലിം ലീഗിനെ കുറിച്ചാണെന്നും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചല്ല എന്നും വാദിച്ചിരുന്ന ഇടതുപക്ഷവും ഇടത് നേതാക്കന്മാരുമുണ്ട്. അവരിനി എന്ത് പറയും? നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് സരസ്വതി വിലാസം നാക്കിലുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അടക്കം ഇതും പ്രതിരോധിക്കുമോ? തെരഞ്ഞെടുപ്പ് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഈഴവ സമുദായത്തെ മുന്നിൽ നിർത്തി വെള്ളാപ്പള്ളി അടിക്കുന്ന വാക്കുകൾ ആർക്കാണ് ഗുണമാകുക? ഇടതിന് കൈയടിച്ചും പിണറായി വിജയന് മറ്റൊരു ബദലില്ല എന്നും കൂട്ടിച്ചേർത്ത് പറയുന്ന വെള്ളാപ്പള്ളിയുടെ വാവിട്ട വാക്കുകൾ ആരുടെ വോട്ട് ബാങ്കാണ് ചോർത്തുക? വർഗീയതയോ വോട്ട് തന്ത്രമോ? വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് പിറകിലെന്ത്?